മധുരം കാണുമ്പോ പേടിയല്ലേ? എന്നെ കൊല്ലും. ഒരു തുള്ളി കഴിച്ചാ ഓ മൈ ഗോഡ്. ഇഞ്ചിപ്പുളി, നാരങ്ങ, മാങ്ങ, പച്ചടി, ഓലൻ, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, അവിയൽ, ചോറ്, പരിപ്പ്, നെയ്യ്, പപ്പടം. കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഈവനിങ് മോർണിംഗ് കടൽ കാണണം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഡോൾഫിൻസ് ഇങ്ങനെ ചാടും, അതൊക്കെ കണ്ടു. പിന്നെ ഈ മീനുകളില്ലേ പറന്ന് ചാടി ചാടി പോകും. ഇപ്പൊ എന്റെ കൂടെ ഏകദേശം 300ഓളം ഷെഫുമാരുണ്ട്. അപ്പൊ ആലോചിച്ച ഓരോ ഷെഫുമാർക്കും ഓരോ ക്രിയേറ്റീവ് ഐഡിയ ആണ്. എനിക്കുള്ളതുപോലെ തന്നെ എന്നെക്കാട്ടും മികച്ചവരും ഉണ്ട് നമ്മുടെ ടീമിൽ. അപ്പൊ ഇവരൊക്കെ പല പല അടിപൊളി ഡിഷുകളൊക്കെ കൊണ്ടുവരും. പക്ഷെ എന്തോ ഈ സാധനം ഇപ്പോൾ ഈ 28 റെസ്റ്റോറൻ്റായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റെസ്റ്റോറൻറ്റ് ആളുകൾ ഇന്നും വന്നിട്ട് അതാണ് കൂടുതൽ വന്ന് വാങ്ങിക്കാം. നമ്മുടെ പടത്തിൽ മൊത്തം എനിക്ക് തോന്നുന്നു 6 ഫൈറ്റ് ഉണ്ട്. അതും 6 ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര ടൈറ്റ് ഫൈറ്റുകളാണ്. ഇപ്പം ഞാൻ 96 കിലോ ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു 80 കിലോ ആയിട്ട് വന്നത് കൊണ്ടല്ല്. ഞാൻ 80 കിലോ ആയിട്ട് തന്നെ വന്നത്. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന ദാവീദ് എന്ന് പറഞ്ഞ പടത്തിൽ അത് എൻ്റെ അടുത്ത് 76 കിലോ ആയിട്ട് സെറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ 76 കിലോ, ഒരു ടോട്ടൽ ഒരു 23 കിലോ കുറച്ച്. ഡയറ്റും കാര്യങ്ങളൊക്കെ, ഡയറ്റ്, ബോക്സിങ്. നിങ്ങളങ്ങോട്ട് ചൂണ്ടയിട്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, ഈ റെസിപ്പി ഓർമ്മയുണ്ടോ? കോവിഡ് ടൈമിന് നിങ്ങൾ ഓണത്തിൻ്റെ അന്ന് എന്തുടനും കാണിച്ചു, എന്തോരം ഫുഡ് ഉടനും കഴിച്ചോ. കാരണം അത് നമ്മുടെ ആഘോഷമാണ്, അതിലും ഒരു കുറവും വേണ്ട. പക്ഷെ അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുക, പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ പിടിക്കുക. നമസ്കാരം കൂട്ടുകാരെ. അന്ന് കഴിഞ്ഞ ഓണത്തിന് കണ്ടിട്ട് ഇപ്പൊ കാണുകേട്ടാ. സൂപ്പർ ഹിറ്റ് ആയിരുന്നു, അതേപോലെ കൊണ്ടലും സൂപ്പർ ഹിറ്റ് ആവട്ടെ, അതിനായിട്ട് വലിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളും പുതിയ സംഭവങ്ങളൊക്കെ, അന്ന് നിങ്ങൾ മെറിഡിയനിലായിരുന്നു, ഇന്നിപ്പം മാരിയറ്റുമായിട്ട് വീണ്ടും ഒരു മീൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവം എടുത്തു കാണിക്കാനും പറ്റും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ലൈഫിൽ ഭയങ്കര കഥകളാണ്. വരൂ പ്ലീസ്. ഇതാണ് മീൻ ബൈ ഷെഫ് പിള്ളെ. ഇതിന്റെ കൺസെപ്റ്റ് തന്നെ ഷാപ്പിന്റെ ഒരു തീമാണ്. അങ്കമാലി നിങ്ങളുടെ നാട്ടിലെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. ഇതൊരു പ്രൈവറ്റ് ഡൈനിങ് റൂമാണ്. 250 സീറ്റ് റെസ്റ്റോറന്റ് വിത്ത് എ കോക്ടെയിൽ ബാർ, ഇതൊക്കെ ഒക്കെ ഉള്ള സംഭവമാണ്. അപ്പൊ ഷാപ്പുകളൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ട്. 100 രൂപയ്ക്ക് ഊണ് കൊടുക്കാന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇതാണ് റെസ്റ്റോറന്റ്. പ്രസ്റ്റീജ് ഗ്രൂപ്പും മാരിയറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം വരുന്നു. അത് കൂടാണ്ട് നല്ലൊരു കോക്ടെയിൽ ബാറൊക്കെ ബാറുണ്ട്. ബാറൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സംഭവങ്ങൾ നമ്മൾ ആദ്യം അങ്കമാലി ഡയറീസ് പോലെ ഒരാൾ, ഒരു സാധാരണ മനുഷ്യൻ വരുന്നു, ഫൈറ്റ് ചെയ്ത് സിനിമയ്ക്കകത്ത് വരുന്നു. അത് കഴിഞ്ഞ് ഓരോ ടൈമിലും സ്വന്തം എഫർട്ടിൽ, സ്വന്തം എഫർട്ട് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ എഫർട്ടിലും നിങ്ങൾ ഇടുന്ന അത് കാണുമ്പോൾ തന്നെ അറിയാലോ. കഴിഞ്ഞ ഒരു വർഷം അതിൻ്റെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം. അപ്പം പിന്നെ വീണ്ടും ഇപ്പോൾ ഓണത്തിന് എനിക്ക് നിങ്ങളെ വീണ്ടും ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വിളിക്കുകയും എനിക്ക് അന്ന് മെറിഡിയനിൽ വെച്ച് ഭക്ഷണം തരാൻ പറ്റി. നമ്മളെ മമ്മൂക്കയൊക്കെ അമരത്തിൻ്റെ തീവിലാണ് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ റെസ്റ്റോറൻറ്റ് ഒന്ന് കൊണ്ട് കാണിക്കാം. അത് കഴിഞ്ഞ് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇന്നൊരു ഓണസദ്യ എൻ്റെ കൂടെ ഉണ്ണണം. ഞങ്ങളിപ്പോൾ ഒന്ന് കറങ്ങി റെസ്റ്റോറൻ്റ് ഒക്കെ കാണിച്ചിട്ട് വരും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇലയിട്ട് ഒന്ന് വിളമ്പി വെച്ചോ. എനിക്ക് ശരിക്കും ഇപ്പൊ സദ്യ കഴിക്കാൻ പാടില്ല, കാരണം ഞാനിപ്പോ ഒരു പുതിയ പടത്തിന്റെ ഡയറ്റിലാണ്. ദാവീദ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറ്റിലാണ്. ഒരു 23 കിലോ ഞാനിപ്പോ കുറച്ചു. കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ. അന്ന് നിങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അന്നൊരു നിർവ്വാണ കഴിച്ചു, ഒരു പാൽക്കൊഞ്ച് കഴിച്ചു, ഒരു ഇഞ്ചിപ്പുളി ചിക്കൻ കഴിച്ചു. ഓർമ്മയുണ്ടല്ലോ. ഇന്ന് നമ്മൾ കഴിക്കും. ഷെഫിന് വേണ്ടി ഞാൻ എന്റെ ഡയറ്റ് മാറ്റി വെക്കാണ്. ഇത് നമ്മുടെ ലൈവ് കിച്ചൺ കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു രസമായിട്ട് 3 പാർട്ടായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും മമ്മൂക്കയുടെ ഒരു വള്ളമൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. അമരത്തിന്റെ മമ്മൂക്ക അമരം. ഇത് മീനല്ലേ, മീൻ പിള്ളെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു പാട്ട്. ഈ 3 സെക്ഷനിലായിട്ട് വരുന്നത്. പിന്നീട് അവിടെയാണ് ഓപ്പൺ എയറും ബാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വൻ പരിപാടിയാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. പരിപാടിയാണ്. ഇനി പോട്ടെ, ഞാൻ കുറെ എന്റെ കാര്യം പറഞ്ഞു. ഞാൻ സത്യം വിളിച്ചത് നിങ്ങളെ ഒന്ന് കാണണം.
ഏറ്റവും വലിയ രസം ഈ കൊണ്ടൽ ഇല്ലേ, അതെ കൊണ്ടൽ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടാണ് ചെയ്തത്. അതുകൂടാണ്ട് സോഫിയ മേഡത്തിന് നമുക്കറിയാം, ഞങ്ങൾ നാട്ടുകാരിയാണ്. സിനിമയുടെ കാര്യങ്ങളെല്ലാം ഈ വന്ന ഈ പ്രൊജക്ട് RDX കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ വലിയൊരു സംഭവം കടലുമായിട്ടൊക്കെ ചെയ്യുന്നു, മീനുമായിട്ട് സംഭവം. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാനവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ കാണാൻ പറ്റില്ല, മേഡവും അവരുടെ ടീമൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലൊക്കെ ഇരുന്ന് സിനിമയുടെ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ കൊല്ലത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ എന്താണെന്ന് അറിയുന്നില്ല. സെപ്റ്റംബർ 13 കൊണ്ടൽ ഇറങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഇവർ RDX ടീമിനകത്ത് വന്ന് അതേ ടീം, അതേ പ്രൊഡ്യൂസർ സോഫിയ മേഡത്തിൻ്റെ അതേ പ്രൊഡക്ഷനിൽ വന്നൊരു സിനിമയായിട്ടാണ് ഇത്തവണ മലയാളി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇത്. അതായത് നിങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഒരു പിള്ളേരൊക്കെ നമ്മുടെ ഇത് കാണുമ്പം ഡിഷും എന്ന് കാണിക്കുമ്പോൾ അജയചന്ദ്രൻ ആയിക്കോട്ടെ, RDX ആയിട്ട് ഇടി. പക്ഷേ മഹാരാജ് പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത് അടി എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലും കൊണ്ടാവാത്ത ഒരാളാണ് ഇപ്പൊ സിനിമയിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അത് പെപ്പയുടെ ഒരു സ്റ്റൈലിലേക്ക് മാറി അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലല്ല, ദ വേ യു ആക്ടഡ് എന്നോ ദ വേ അങ്ങനെയുള്ള ക്യാരക്ടർ വരികയും അതിനെ മികച്ചതാക്കാൻ വേണ്ടി എടുത്ത എഫേർട്സ് അത് നമ്മുടെ RDX കണ്ടു. അപ്പൊ കൊണ്ടലടിക്കട്ടെ, കൊണ്ടൽ ബ്ലോക്ക് ബസ്റ്ററായി മാറട്ടെ തീർച്ചയായിട്ടും. അത് എന്നിട്ട് വേണമെങ്കിൽ അടുത്ത വർഷം പുതിയ പടമായിട്ട് വരാനായിട്ട്. അടുത്ത വർഷം ഒന്നല്ല, ഒരു പടമായ എങ്ങനെയാണ് അതിൽ കൂടുതൽ വരട്ടെ. അല്ല, ഞാൻ ഓണത്തിന് എല്ലാം ഓണം. അപ്പോൾ ഓണത്തിന് നിങ്ങൾ നല്ല അതൊരു കോയിൻസിഡൻസ്ലി സംഭവിക്കുന്ന ഓണത്തിന് തന്നെ നല്ല വലിയൊരു ഇതിൽ വരുന്നു. അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര എഫേർട്ട് എടുത്തു, നഹാസും മറ്റു ടീം എല്ലാവരും ഇവിടെ. അന്നേരം നമ്മൾ വിചാരിച്ച് അതിൻ്റെ കൂടെ വലിയ വലിയ സിനിമകളൊക്കെ ഉണ്ട്. അപ്പം അന്ന് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് നിങ്ങളുടെ ആ കോൺഫിഡൻസ് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് എന്താണ് സംഭവം. ബട്ട് ഒരു ആദ്യത്തെ ദിവസം തന്നെ കഥകൾ മൊത്തം അതിനേക്കായി. അപ്പോൾ അതുപോലെ തന്നെ എനിക്കറിയേണ്ടത് എന്താണ് കൊണ്ടലിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊണ്ടൽ എന്ന് പറഞ്ഞാൽ കടലിൽ വീശുന്ന ഒരു കാറ്റാണ്. കടലിൽ പലതരം കാറ്റുകൾ വീശും, അതിനകത്തൊരു കാറ്റാണ്. പിന്നെ നമ്മുടെ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അതെല്ലാം ഓരോ കാറ്റായിട്ട് നമ്മൾ കാണാം. അങ്ങനെ നമുക്ക് ഇതെല്ലാം പ്രതികൂലമായിട്ട് വീശുന്ന കാറ്റുകളാണ്. ഒരു കാറ്റ് നമുക്ക് അനുകൂലമായിട്ട് വീശും, അതായത് നമുക്ക് വേണ്ടി വീശുന്ന ഒരു കാറ്റ്, നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി വീശുന്ന കാറ്റ്, അതാണ് കൊണ്ടൽ. ആണോ? അതൊക്കെ തന്നെയാണ് നമ്മുടെ കഥയുടെ ഒരു അത് കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തർ പറയണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വരികയോ എല്ലാം ട്രബിൾ മാത്രമാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പസിൽ കളിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേപോലെ ഒരു കാറ്റ്, ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിൽ കൊണ്ടലെന്ന് പറഞ്ഞ കാറ്റിലൂടെ അനുകൂലമായിട്ട് വരുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് ഡിഫിക്കൽട്ടീസ് വന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിന്റെ ഒരു ഉദാഹരണമാണ് ഇദ്ദേഹം. അതേപോലെയാണ് നമ്മളും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ പോരാടിക്കൊണ്ടിരിക്കുക, റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുക. എഫേർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് വരികയും ഒരു സർട്ടൺ പോയിന്റിലെത്തുമ്പോൾ അതിങ്ങനെ മൾട്ടിപ്പിൾ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന റിസൾട്ടുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഭവം ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കണം. നമ്മൾ കുറേ നേരമായിട്ട് നിർത്തി നമുക്ക് പോയി ഇരിക്കാം. ബാ. ഇത് അങ്ങനെ നമ്മളൊരു സദ്യ കൊടുക്കാൻ പോവാണ്. പിന്നെ പുള്ളി നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി ചോറേ കൊടുത്തിട്ടുള്ളൂ. അത് കൂടാണ്ട് അന്ന് 2 പ്ലേറ്റ് ചെമ്മീൻ കഴിച്ചു. ആ ചെമ്മീൻ വീണ്ടും തരുവാണ്. സാധാരണ സദ്യക്ക് നമ്മൾ ഇതൊന്നും കൊടുക്കാറില്ല. പെപ്പ ആയതുകൊണ്ട് മാത്രം വേണാട് പാൽക്കൊഞ്ച് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ കുക്ക് ചെയ്ത് തേങ്ങാ പൊരിപ്പൊക്കെ ആയിട്ടുള്ള ഒരു കഷ്ണം ചെമ്മീൻ ഒന്നേ തരുള്ളൂ കേട്ടോ. എന്റെ ട്രെയിനർ ഇത് കാണില്ലാന്ന് വിചാരിക്കല്ലേ, ഈ പരിപാടി കാണില്ലാന്ന് ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് ഒരു കഷ്ണം ഐക്കൂറ കഴിക്കണം. അയ്യോ, ഒരു കഷ്ണം ഐക്കൂറയും കൂടെ കൊടുക്കുകയാണ്. താങ്ക് യു. അപ്പൊ കഴിച്ചു തുടങ്ങാൻ കഥകള് ഒത്തിരി പറയാനുണ്ട്. ഈ ഡിഷുകൾ വിളമ്പുമ്പോൾ അതിന്റെ സ്നേഹം കൂടി തരിക എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. അതെ അതെ അതെ. ഇതേ ഇന്നത്തെ ഓണസദ്യയായിട്ട് പെപ്പയുടെ കൊടുക്കുകയാണ്. ശർക്കര വരട്ടി, അതുപോലെ പേര് പറഞ്ഞത് നേരത്തെ ഇത് 3ാമത്തെ റൗണ്ടാണ് പുള്ളി കഴിക്കുന്നത്. ട്രെയിനർ എല്ലാം കാണട്ടെ. ഇഞ്ചിപ്പുളി, നാരങ്ങ, മാങ്ങ, പച്ചടി, ഓലൻ, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, അവിയൽ, ചോറ്, പരിപ്പ്, നെയ്യ്, പപ്പടം, ഇതൊക്കെ ആയിട്ട് ഒരു ഫസ്റ്റ് റൗണ്ട് കൂടെ. പക്ഷേ സദ്യയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അതൊക്കെ പോട്ടെ. എനിക്ക് അറിയേണ്ടത് മലയാളികൾ ഈ കടലും ആനയും എത്ര കണ്ടാലും മതിയാകില്ല, അത്രയ്ക്ക് സൗന്ദര്യം എന്നാണ് പറയുന്നത്. അതുപോലെ കടൽ സിനിമകൾ മലയാളത്തിലൊക്കെ വന്നതൊക്കെ എല്ലാവരും ഹൃദയം കൊണ്ട്. എനിക്ക് നമ്മുടെ ഉദാഹരണം ഏറ്റവും ആദ്യം വരിക ചെമ്മീനാണ്. അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അമരം, ഇതുണ്ടോ മമ്മൂക്ക ഇവിടെ ഇരിക്കുന്ന അമരം. അപ്പോൾ ഇതൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നതും കടലിൻ്റെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ 80 ദിവസമാണ് കടലിനകത്ത് എന്ന് ചെയ്തത്. എന്താണ് കടൽ എക്സ്പീരിയൻസ്? ആസ് എ അങ്കമാലിക്കാരൻ എന്നുള്ളൊരു മനുഷ്യൻ
അത് കഴിഞ്ഞിട്ട് ഈ കടലിനകത്ത് 80 ദിവസം നിൽക്കുക, മത്സ്യത്തൊഴിലാളികളുടെ കണക്ക്, അതിൻ്റെ കടലിൻ്റെ ബന്ധങ്ങളോ അല്ലെ കടലിൽ 80 ദിവസം ഷൂട്ട് ചെയ്യുമ്പം കടൽ എന്താണെന്ന് അറിഞ്ഞ ഒരാളാണ്. അതെ അതെ, ഞാൻ പറയുന്നത് ശരിക്കും ഞങ്ങൾ കടൽ ഭാഗം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സ്ഥലം രാമേശ്വരം. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് ഒരാഴ്ച ഞങ്ങൾ അവിടെ കിടന്നു. അതായത് ഞങ്ങൾ ജസ്റ്റ് കടലിലേക്ക് ഇറങ്ങും, ക്യാമറ വയ്ക്കുക, അപ്പം മഴ പെയ്യും. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ അവിടെ കിടന്നിട്ട് ഞങ്ങൾക്ക് ആകെ ഒരു ചെറിയ 1-2 ഷോട്ടുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുൾ അവിടുന്ന് ഷെഡ്യൂൾ ഇതാക്കി കൊല്ലത്ത് നീണ്ടകര, അതായത് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് ഞങ്ങൾ വന്നു. നിങ്ങളുടെ നാടാണ് നമ്മളെ രക്ഷിച്ചത്. അവിടെ വന്ന് ഞങ്ങൾ 80 ദിവസത്തോളമാണ് ഞങ്ങൾ കടലിൽ പോയത്. കടലിൽ പോകുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതെങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ബോട്ടിൽ കയറി, നമ്മുടെ വലിയ ബോട്ടാണ്, ഒരു 110 അടി നീളമുള്ള ബോട്ടാണ്. ആ ബോട്ടിൽ കയറി ഞങ്ങൾ ഇങ്ങനെ ഒരു മണിക്കൂറോളം ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യും. പക്ഷേ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പരിപാടി ഇത്തിരി പാടാണ്. പിന്നെ നമുക്ക് ഇറങ്ങി ഓടാനും പറ്റില്ല, കാരണം വെള്ളത്തിലാണല്ലോ. വെള്ളത്തിൽ ചാടാന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. അതായത് ഓളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓളം. നമുക്ക് മറ്റേ സീ സിക്നെസ് സ്റ്റാർട്ട് ചെയ്യും, ചിലർക്ക് തലവേദന, തലകറക്കം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു 5 ദിവസം ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ പെർഫോം ചെയ്യണമല്ലോ അവിടെ വന്നിട്ട്. ക്യാമറ ചെയ്യണവരെയൊക്കെ സമ്മതിക്കണം, കാരണം ഈ ആട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ടാസ്ക്കാണത്. അങ്ങനെ ഒരു 5 ദിവസമൊക്കെ വരെ എല്ലാവർക്കും ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇതായിട്ട് സിങ്ക് ആവാൻ തുടങ്ങി. പിന്നെ കടലിലെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ, ഒരു സീൻ ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറും. അത്ര നേരം നല്ല ലൈറ്റിൽ നിന്ന് പെട്ടെന്ന് ലൈറ്റ് ഇത് മൊത്തത്തിലൊരു ഇരുണ്ട സെറ്റപ്പ് ആവും, മഴ പെയ്യാൻ പോണ ഒരു സെറ്റപ്പ് ആവും. അപ്പോൾ നമുക്ക് ആ ലൈറ്റിൽ ആ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ സീൻ എടുക്കും. അതെടുത്ത് ഒരു 1-2 സെറ്റ് ചെയ്യുമ്പോഴേക്കും മറ്റേ പഴയ ലൈറ്റ് വരും. പിന്നെ അങ്ങനത്തെ കുറേ ഡിഫിക്കൽട്ടീസ്. പിന്നെ നമുക്ക് ഈ ക്യാമറ ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ക്യാമറ പല റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും. ഒരു സ്ഥലത്ത് തന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഫീൽ. അപ്പോൾ റിപ്പീറ്റേഷൻ അടിക്കാതെ ക്യാമറ വയ്ക്കുക, അങ്ങനത്തെ കുറേ ഡിഫിക്കൽട്ടീസ്. പിന്നെ ഈ ഭക്ഷണം ഇരിക്കണ 1-2 കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയുകയുള്ള. അപ്പം എനിക്ക് പിന്നെ വേറൊരു ഇത് നമ്മളെ ഈ മീനോ അല്ലെങ്കിൽ ചാളയോ അതിലൊക്കെ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് പിടിച്ചുകൊണ്ടുവരാൻ പോകുന്ന ആൾക്കാരൊക്കെ ബോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ബോട്ടാണ്. ആ ഓളത്തിലൊക്കെ ഇരുന്ന് അവർ അത് പോയി പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ എന്നിട്ട് പോയിട്ട് വിലവേശൽ പരിപാടികളൊക്കെ. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രക്ഷുബ്ധമായ കടലിലൊക്കെ പോയി മത്സ്യത്തൊഴിലാളികൾ ജീവനൊക്കെ പണയം വെച്ച് പല അവസ്ഥയിൽ കൂടെ ഒരു മത്സ്യം കൊണ്ടുവരുമ്പോൾ നമ്മളത് വില പേശി വാങ്ങി. പിന്നെ എനിക്കൊരിക്കലും തോന്നുന്നില്ല പെപ്പ ഏതെങ്കിലും മീൻ വില പേശുമെന്ന്, അല്ലേ? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ വിചാരം മത്സ്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുലഭമായിട്ട് കടലിൽ പോയാൽ ഇങ്ങനെ കോരിയും എടുത്തുകൊണ്ട് വരും. അല്ല, ഇത് 80 ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ കടൽ എന്താണെന്ന് മനസ്സിലായി, മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലുണ്ടാവും. ഇത് മീൻ പിടിച്ച് കൃത്യമായിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ 100 രൂപയുടെ ചാള 50 രൂപയ്ക്ക് വരും, അല്ലെ? ഇപ്പം 100 രൂപയ്ക്കൊന്നും കിട്ടില്ല, എന്നാലും ആ ഒരു രീതിയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത്രയും ആ ബുദ്ധിമുട്ട് ആ ഷൂട്ടിൻ്റെ ഇടയിൽ കടലിനകത്തുള്ളത് മനസ്സിലാവുകയും എന്തൊക്കെ മീനാണ് നിങ്ങൾ കടലിലെ അവിടുത്തെ ലൊക്കേഷൻ ഫുഡ് എന്താണ്? അല്ല, ഞങ്ങൾ രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോൾ പോയിട്ട് നമ്മൾ തിരിച്ച് കരയിൽ വന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കണത്. അതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിലെ ഒരു കുളച്ചിലി എന്നുള്ള ബോട്ടാണ്. അപ്പം ഈ ബോട്ടിലൊരു 12 ചേട്ടന്മാരുണ്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി. കാരണം നമുക്ക് കടലിനെ പറ്റി അറിയില്ലല്ലോ. അതെ. അപ്പോൾ ഇവർ, അതായത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇവരെന്ത് പണിയെന്ന് വെച്ചാൽ ഈ ചൂണ്ടകളുണ്ട്, അതായത് ഒരു വള്ളിയുമ്പോൾ തന്നെ കുറേ കുളത്തുകളായിട്ട്, ഈ കുളത്തുമ്മ എരാന്ന് പറയുന്നത് ഒരു കളറിലുള്ള ഈ നൂലുകളാണ്. ആ നൂലുകളും കെട്ടിയിട്ട് ഇവരിങ്ങനെ ഈ ബോട്ടിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയായിട്ട് ആട്ടും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തിളക്കം കണ്ട് മീനുകൾ വന്ന് പിടിക്കും. അങ്ങനെ ഇവർക്ക് ചിലപ്പോൾ ഒരു ബക്കറ്റ് നിറച്ചൊക്കെ മീൻ കിട്ടും. അത് ആ മീൻ അവിടെ ബോട്ടിൻ്റെ സാമ്പാർ വെച്ചു ഉറപ്പായിട്ട് വെച്ചു. അടിപൊളി. എന്നെ ഒരു തടീനാക്കിയിട്ട് വിടുള്ളൂ എന്ന് തോന്നുന്നില്ല, ചോറിലേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ അവർ ഈ ബോട്ടിൻ്റെ തന്നെ അടുക്കളയുണ്ട്, അതിനകത്തിട്ട് നമുക്ക് വറുത്ത് തരും, ചിലപ്പോൾ കറി വെച്ച് തരും. എന്താ ടേസ്റ്റ് എന്ന് പറയാം, ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റ്. അതും നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലത്തല്ല, കേരളത്തിലെ ഒരു മികച്ച മത്സ്യബന്ധന കേന്ദ്രമാണ്. ഇഷ്ടംപോലെ മത്സ്യം കിട്ടും. കൊല്ലത്തെ ഭാഷ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല. നമുക്ക് ആദ്യം ഷൂട്ട് ചെയ്തത് 5 തെങ്ങിലാണ്. 5 തെങ്ങിൽ എനിക്കറിയാം, കാപ്പിലിൻ്റെ അവിടെ ഒരു
ഭയങ്കര സ്പീഡിലാണ് അവർ സംസാരിക്കുക. ഒരു താളമൊക്കെ ഉണ്ട്. ഫുഡ് അവിടുത്തെ കൊല്ലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ആ പിന്നെ ഇഷ്ടം പോലെ അവിടെ മെയിനായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മട്ടൺ വിഭവങ്ങൾ കുറെ ഭയങ്കര ഫേമസ് ആണ് കൊല്ലത്ത്. അതെല്ലാം കഴിച്ച് ഞാൻ ഷൂട്ട് തുടങ്ങുമ്പോൾ എനിക്ക് 80 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 16 കിലോ കുറച്ചിട്ടാണ് കൊണ്ടലിൽ അഭിനയിക്കാൻ വന്നത്. കൊണ്ടൽ പടം കഴിയുമ്പോൾ എൻ്റെ വെയിറ്റ് 89 കിലോ ആയി. 9 കിലോ കൂടി. കാരണം ഫുഡ് എക്സ്പ്ലോറിംഗ് ഈ ബോട്ടുകാർ പിടിച്ചിട്ടുണ്ട് തന്നെ മീൻ എന്താ ടേസ്റ്റ് എന്നറിയോ. ഇനിയിപ്പോൾ കടലിൻ്റെ ഡിഫിക്കൽട്ടീസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഈവനിങ് മോർണിംഗ് കടൽ കാണണം. പിന്നെ ഇടയ്ക്ക് നല്ല പച്ച കളറ്, നീല കളറ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഡോൾഫിൻസ് ഇങ്ങനെ ചാടും. പിന്നെ ഈ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മീനുകളില്ലേ പറന്ന് ചാടി പോകും. അത് ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്ര ഏരിയയിൽ മീനുകൾ ഇങ്ങനെ ചാടി പോകും. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. എന്തെങ്കിലും ഈ ഒരു 80 ദിവസത്തെ ഷൂട്ടിനിടയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ആദ്യത്തെ ഒരാഴ്ച എന്നൊക്കെ പറയും. അതല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ അപകടം വരുന്നൊരു സംഭവം അങ്ങനെ, കാരണം വെള്ളമാണ്, നിങ്ങളൊന്നും കടലിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ്, നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരു സേഫ്റ്റി മെഷറൊക്കെ എന്തായിരുന്നു? കാരണം എല്ലാവർക്കും ഉള്ള മറ്റേ ഇതുണ്ടായിരുന്നു, ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവര് ഒരു 12 പേര് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. പക്ക പ്ലാനിങ്. കാരണം കടലിനോടൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പാടില്ല. ശരി, നമ്മൾ വിവരം അറിയും. അപ്പോൾ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് 1-2 സാധനങ്ങളുണ്ട് ഇങ്ങനെ കടലിലേക്ക് വീണ പരിപാടികളൊക്കെ. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ നമുക്കറിയാം ആക്ഷൻ സീക്വൻസ് ലാൻഡിനകത്ത് ചെയ്യുന്നതും ട്രെയിനകത്ത് ചെയ്യുന്നുണ്ട്, എയറിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ പല ഫോമാറ്റിലെല്ലാം കണ്ടാണ്. അപ്പം ഈ വെള്ളത്തിനകത്തൊക്കെ ഉള്ള അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ് ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഇതിനകത്ത് ഈ ബോട്ടിൽ കുറേ നമ്മുടെ പടത്തിൽ മൊത്തം എനിക്ക് തോന്നുന്നു 6 ഫൈറ്റ് ഉണ്ട്. അതും 6 ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര ടൈറ്റ് ഫൈറ്റുകളാണ്. പക്ഷേ ഈ ബോട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ആട്ടമുള്ള കാരണം നമുക്ക് കരയിൽ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യാൻ പാടാണ്. സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പോകും. ഈ ആട്ടമുള്ള കാരണം നമ്മുടെ മൂവ്മെന്റ് ബാലൻസ് പോവും. പക്ഷെ ഇതിനൊക്കെ ഞങ്ങൾ അതിജീവിച്ചു ഭംഗിയായിട്ട്. കാരണം നമ്മളെല്ലാവരും കൂടി ഒരാളുടെ അല്ല സിനിമ, എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്തതാണ്. കാരണം ഈ ബോട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ എല്ലാവരും ഈക്വലാ, വേറെ ആർക്കും സ്പെഷ്യലായിട്ട് ഒരു പരിപാടിയില്ല. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഈക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റി. അതിൽ നിന്നാണ് ഈ സിനിമ അങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അടിപൊളിയായിട്ട് ചെയ്തത്. എങ്ങനെയായിരുന്നു പാക്കപ്പ് ആഘോഷം? പാക്കപ്പ് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഇത്രയും ദിവസം ആൾക്കാരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് ഇതാവുമ്പോൾ ഒരു കണക്ഷൻ വരുമല്ലോ. പെട്ടെന്ന് ഇവരെല്ലാവരും പിരിഞ്ഞു പോവാണെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം. ഡെബ്യൂ മൂവിയായ അങ്കമാലി ഡയറീസ് പോലെ അതൊരു വലിയ കാസ്റ്റും ക്രൂ, വലിയ സിനിമ. അത് അതിൻ്റെ ലൊക്കേഷൻ പാക്കപ്പ് കണ്ടു. അത് കഴിഞ്ഞ് കുറേ സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഈവൻ RDXും അതേപോലെ വലിയ മാസ്സായിട്ടുള്ള ഒത്തിരി ആൾക്കാരാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു മാസ് മൂവി ആയാലും ഈ പറഞ്ഞ പോലെ ഒരു ബോട്ടിനകത്ത് ലിമിറ്റഡ് ആൾക്കാരുമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ സങ്കടം വന്നു എന്ന് പറയാം. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഇമോഷണലായിരിക്കും. ഒരു ഒത്തൊരുമ വരില്ല, നമുക്കൊരു ബോണ്ട് വരും, എല്ലാവരുമായിട്ടൊരു ബോണ്ട് വരും. അതിൻ്റെ ഒരു വിഷമം നമുക്ക് വരും. അവസാനം എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് പുതിയൊരു പടമുണ്ട് ദാവീദ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലൊക്കേഷനിൽ പോയിരുന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കും. അയ്യോടാ, പക്ഷേ അന്നത്തെ ദിവസം അത് നൊസ്റ്റാൾജി അടിച്ച് ഇങ്ങനെ ഇരിക്കും. അന്ന് ഇങ്ങനെയായിരുന്നു, എന്ത് രസമായിരുന്നു. അവരെല്ലാവരും മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യും. സാധാരണ എല്ലാ പടത്തിനും അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ പടത്തിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. എപ്പോഴും അത് നമ്മുടെ അടുത്ത മൂവി വന്ന് പുതിയ മൂവിയിലോട്ട് ആകുമ്പോഴത്തേക്ക് അങ്ങനെയാണ് വരിക. പക്ഷെ ഇത് എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു മൂവി അല്ലാത്ത കാരണം അതിൻ്റെ ഷൂട്ടിങ്ങും അത് കടലുമായിട്ട് ബന്ധപ്പെട്ടതും ആ ക്രൂ ഒക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഇത് എപ്പോഴും മെമ്മറി ഇരിക്കുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ കുറേ സിനിമ ചെയ്താലും ഈ കടലിൽ ഷൂട്ട് ചെയ്യുന്നതൊന്നും ഒരു എപ്പോഴും ഓപ്പർച്യൂണിറ്റി വരുന്ന സിനിമ ആയിരിക്കില്ല. ഇപ്പോൾ ബാക്കി ഇപ്പോൾ RDX ആയിക്കോട്ടെ, അപ്പോൾ അതേപോലുള്ളൊക്കെ കഥകളൊക്കെ സിമിലാരിറ്റിയോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സിനിമകളൊക്കെ ഇനിയും വരും. പക്ഷെ ഇത് വൺസിൻ്റെ വയലിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റുന്നതിലുള്ള സന്തോഷം എനിക്ക് നല്ല അഭിമാനമുണ്ട്. ഇത് കൊള്ളാട്ടോ, ഇത് കൊള്ളാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ പാൽക്കൊഞ്ച് ഞാൻ നേരത്തെ തട്ടിയായിരുന്നു, അത് പറയാൻ പറ്റില്ല, വർത്താനം പറഞ്ഞിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു.
അപ്പോൾ ശരിക്കും എനിക്ക് ഇനി ചോദിക്കേണ്ട കുറേ പേഴ്സണലാണ്. നിങ്ങളൊരു പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു അങ്കമാലി, കാലടി അങ്ങനെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുഡ് ബെൽറ്റാണ്. ഇപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ തന്നെ ജൂവിഷ് വന്നിട്ടുണ്ട്, പോർച്ചുഗീസ് വന്നിട്ടുണ്ട്, പിന്നെ അരൂര് മുതൽ വേറൊരു ഭാഗത്ത് വേറൊരു ഭക്ഷണം, ആലപ്പുഴ എന്നുള്ള എറണാകുളം. പക്ഷെ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ ആ ഭാഗത്തെ കുറേ സ്പെഷ്യാലിറ്റി ഡിഷുകൾ. അത് ഈ അടുത്താണ് ഇത്രയും പോപ്പുലർ ആയത്. ഈവൻ മാങ്ങാക്കറി ആയിക്കോട്ടെ, അതുപോലെ കൂർക്കേനെ ഇത്രമാത്രം യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം വേറെയില്ല. പലർക്കും കേരളത്തിലുള്ള പലർക്കും കൂർക്ക എന്ന് പറയുന്ന വെജിറ്റബിൾ കേരളത്തിൽ ഉണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം കൂർക്കേനെ ഇത്രയും ഫേമസ്. അപ്പോൾ അങ്കമാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂത്തും കായ ആയിക്കോട്ടെ, പോക്കിൻ്റെ വിഭവങ്ങളായിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ഫിഷിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നല്ലൊരു ഫുഡിയാണോ? ഞാൻ അടിപൊളി ഭയങ്കര ഫുഡിയാണ്. കാരണം ഫുഡ് ഫെസ്റ്റിവലാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഷൂട്ടിന് പോകണമെങ്കിൽ അവിടുത്തെ എല്ലാ ഫുഡും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നമുക്ക് ഇപ്പോൾ വന്ന സിനിമകളുടെ അതായത് ഡയറക്ടർ നമ്മുടെ അടുത്ത് പറയും, അതായത് ഇപ്പം ഞാൻ 96 കിലോ ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു 80 കിലോ ആയിട്ട് വന്നത് കൊണ്ടലിൽ. ഞാൻ 80 കിലോ ആയിട്ട് തന്നെ വന്നത്. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന ദാവീദ് എന്ന് പറഞ്ഞ പടത്തിൽ അത് എൻ്റെ അടുത്ത് 76 കിലോ ആയിട്ട് സെറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ 76 കിലോ ഒരു ടോട്ടൽ ഒരു 23 കിലോ കുറച്ചു. ഡയറ്റും കാര്യങ്ങളൊക്കെ, ഡയറ്റ്, ബോക്സിങ്. ഇതൊരു ബോക്സിങ് മൂവിയാണ്. എനിക്ക് ചോദിക്കേണ്ടത് ഒരു നമുക്കിപ്പോൾ സിനിമയെന്നൊക്കെ പറഞ്ഞത്, സിനിമയിൽ സ്റ്റാറായിട്ട് വരുന്നത് നേരത്തെ പ്ലാൻഡായിട്ട് കുറേ ആൾക്കാർ ഭയങ്കര ട്രെയിൻഡായിട്ടൊക്കെ കാര്യങ്ങൾ വരാണ്. പെപ്പെ എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, അങ്ങനെ ഔചാരികമായിട്ട് ലിജോ ചേട്ടൻ്റെ മൂവിയിലൂടെ വരുന്നു, അതിലെ പെർഫോമൻസ് കണ്ട് 1 by 1 ആയിട്ട് പിന്നീട് ഒരു എൻട്രി മാത്രമേ വരുള്ളൂ. ബാക്കി സ്വന്തം കഠിനാധ്വാനം അല്ലെങ്കിൽ ആ പ്രയത്നങ്ങളാണ് ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ തന്നെ പറഞ്ഞു 70 കിലോ ആയിട്ട് ദാവീദിലേക്ക് വരുന്നത് ബോക്സിംഗ് സ്റ്റൈൽ മൂവി അല്ല, ബോക്സിംഗ് ആണോ എന്താണ് ദാവീദിന്റെ? ബോക്സിംഗ് പടമാണ്. ആണ് നിങ്ങളെ അപ്പൊ ഈ അടി ഇടി വെട്ട് കുത്ത് പടങ്ങളിലെ അടിപൊളി. അപ്പൊ പെപ്പെ എന്ന ഒരു സ്റ്റാർ, ഒരു സിനിമാ താരമായിട്ട് വരുന്നതിന് മുമ്പ് സാധാരണ നമ്മളെപ്പോലൊരു മനുഷ്യൻ, ഒരു എല്ലാവരും ആയിട്ട് നിങ്ങളെ അങ്കമാലി ഡയറീസ് ഒരു കട്ട ലോക്കൽ പടം എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് ലൈൻ വന്ന സിനിമയിലൂടെ വന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോഴും ആദ്യത്തെ ഒരു 5 years കൊണ്ട് നിങ്ങൾ നമ്മുടെ സാധാരണ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരാളുടെ വളർച്ചയാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. അതിനു വേണ്ടിയിട്ട് എടുത്ത എഫർട്ട് എന്താ? പറയാം, ചെയ്തില്ല. അങ്ങനെയല്ല ഞാൻ പറയാം, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി എഫേർട്ട് എടുത്താണ് 2 പടങ്ങൾ, കൊണ്ടലും ഈ നമ്മുടെ ദാവീദും. RDXൽ നഹാസില്ല ഡയറക്ടർ എൻ്റെ അടുത്ത് 80 കിലോ ആയിട്ട് വരാനാണ് പറഞ്ഞത്. അവസാനം അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 85 കിലോ ആയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നത് എത്ര കിലോ ആയിട്ടോ അറിയോ? 96 കിലോ ആയിട്ട്. അപ്പോൾ ഒരു ഡെഡിക്കേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ഭയങ്കര നമ്മൾ ഫുഡ് എക്സ്പ്ലോറിങ് അങ്ങനെ നടക്കായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത്, കാരണം ഇവരൊരു ക്യാരക്ടറിനെ അവർ മനസ്സിൽ കണ്ടിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളൊരു എഫേർട്ട് എടുക്കാണ്ട് ചുമ്മാ പിള്ളേർ കളിച്ച് നടന്ന് അങ്ങോട്ട് ചെന്ന് പിന്നെ അന്നതങ്ങനെ ഷൂട്ട് ചെയ്തു. അത് എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് ഹിറ്റായി. ഭാഗ്യം എന്ന് വെച്ചാൽ ഡയറക്ടറിന്റെ ഡയറക്ടറിന്റെ കഴിവാണ് ഉദ്ദേശിച്ചത്, ആ ക്രൂവിന്റെ കഴിവാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇനിയും ഞാനിങ്ങനെ ഇതേപോലെ ലേസി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് നടന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് വേറൊരു കാരണം എന്ന് വെച്ചാൽ RDXന്റെ റിവ്യൂ വന്നപ്പോൾ ഒരു പയ്യൻ പടത്തിനെ പറ്റി ഭയങ്കര ഗംഭീര റിവ്യൂ. ലാസ്റ്റ് അവൻ പറയാ, പെപ്പെ ബ്രോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, പറ്റുകയാണെങ്കിൽ തടി ഒന്ന് കുറയ്ക്കും ക്യാമറയിലേക്ക് നോക്കിയിട്ട്. അത് ശരിക്കും ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നെഞ്ചിക്കൂടെ ഒരു 50 തറച്ച് അപ്പുറത്തേക്കൂടെ പോയി. അതെ, അന്ന് ഞാൻ തീരുമാനിച്ചു കുറച്ചേ പറ്റൂ. കുറച്ച് കഴിയുമ്പോൾ കിട്ടണമെന്ന് വെച്ചാൽ ഭയങ്കര എനർജി, ഭയങ്കര പോസിറ്റിവിറ്റി, പിന്നെ റെസ്പെക്ട്. എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റുമാണ്. പിന്നെ നമുക്ക് ഭയങ്കര എനർജിയാണ്, പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഹാപ്പിനെസ്. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പ്രത്യേകിച്ച് ഓണം സമയമാണ്. അപ്പം എല്ലാവരും മിനിമം ഒരു 10, പണ്ടെന്നൊക്കെ പറഞ്ഞ സദ്യ എന്നൊക്കെ പറഞ്ഞത് ഇതുപോലൊരു ലാവിഷ് ഫുഡ് വല്ലപ്പോഴും കിട്ടുന്ന മാത്രമാണ്. ഇന്നിപ്പോൾ എല്ലാവരുടെയും വില്ലിനനുസരിച്ച് എന്തും കഴിക്കാൻ പറ്റും. മലയാളികളുടെ ആരോഗ്യസ്ഥിതി തന്നെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹെൽത്ത്, ഡയറ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര അവയർനെസ്സും എല്ലാവരും ബോധേഡുമാണ്, എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെഡിക്കേഷൻ്റെ പേരിലും ഡിസിപ്ലിൻ്റെ ഒരു സിനിമയുടെ കരിയറിൻ്റെ പേരിൽ മാത്രം ഡിസിപ്ലിനിലേക്ക് വന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അലമ്പി കിട്ടുന്ന എല്ലാം കഴിക്കും, അതനുസരിച്ചുള്ള സിനിമകൾ ചെയ്യും. ഇപ്പോൾ ഒരു കരിയറിൻ്റെ സെക്കൻഡ് ലെവൽ, നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയപ്പം മനസ്സിലാവുന്നു, ഇത് പോരാ, ഞാൻ എൻ്റെ ബോഡിയെ കറക്റ്റ് ഒരു ആക്ടർ എന്ന നിലയിൽ ബോഡിയെ സംരക്ഷിക്കണം, ഓരോ കഥാപാത്രത്തിനനുസരിച്ച് ഞാൻ ഫ്ലെക്സിബിൾ ആവണം. ചിലപ്പോൾ ഒരുപക്ഷെ ഇനി 100 കിലോ വെയിറ്റ് ഉള്ള ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ നിങ്ങൾ റെഡിയാവും. അതേപോലെ അല്ല, അത്
ഡിപ്പെൻസ് ഓൺ ദ മൂവി സ്ക്രിപ്റ്റ് ഭയങ്കര ഉറപ്പായിട്ടാവും. അതനുസരിച്ച് ആ ഡിസിപ്ലിനിലേക്ക് എത്തി നിങ്ങൾ. അതെനിക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട്. ആ ഡിസിപ്ലിൻ എത്തുമ്പോൾ എന്താണ് ഒരു യുവാക്കൾ എടുത്ത് അപ്പൊ അവരോട് ഈ ഡിസിപ്ലിന്റെ പേരിൽ പെപ്പയ്ക്ക് മലയാളികൾ എടുത്ത് എന്താ പറയണ്ടത്? ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ ഞാൻ പറയണത്, നിങ്ങൾ ഓണത്തിൻ്റെ അന്ന് എന്ത് വേണേലും കാണിച്ചാൽ എന്തോരം ഫുഡ് വേണേലും കഴിച്ചോ, കാരണം അത് നമ്മുടെ ആഘോഷമാണ്, അതിലൊരു കുറവും വേണ്ട. പക്ഷെ അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുക, പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ പിടിക്കുക. അത് ഹെൽത്താണ് നമ്മുടെ എന്താ പറയുക, ബോഡീസ് ആർ ടെമ്പിൾ എന്ന് പറയില്ലേ. അതെ. അപ്പോൾ ഹെൽത്താണ് നമ്മുടെ ഇത് അമ്പലം. അപ്പോൾ അതിനെ മാക്സിമം ഏറ്റവും ഭംഗിയായിട്ട് സംരക്ഷിക്കുക, അതിന് റെസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വലിയ വലിയ മഹാന്മാർ പറഞ്ഞു, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒക്കെ വീഡിയോസ് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അതിനകത്തൊക്കെ പറയുന്നുണ്ട് ബോഡി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, കെയർ ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഈ കുറച്ച് ഇപ്പോഴത്തെ. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനിലേക്ക് പോയത് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നി തുടങ്ങി അല്ലേ? 100%. 101%. ഇത് തന്നെയാണ് പറയുന്നത്. ആ ഡിസിപ്ലിൻ ലൈനിലേക്ക് എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, നല്ല ഫിറ്റായിട്ടിരിക്കണം, നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നല്ല കാര്യത്തിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പലർക്കും പറ്റാത്തത് നമ്മുടെ ഒരു സർക്കംസ്റ്റാൻസ് ഇതുണ്ട് പപ്പട. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മമ്മൂക്കയൊക്കെ പറയുന്ന പോലെ ഡിസിപ്ലിൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. അതിനോടൊപ്പം ഇവരുടെയൊക്കെ എക്സാമ്പിൾ എങ്ങനെ ഇരുന്ന ആളാണെന്ന് കണ്ടു. ഇപ്പോൾ ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം കഴിക്കാന്ന് പറഞ്ഞ ആള് പക്ഷെ ആവശ്യത്തിന് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു അത് ആവശ്യത്തിന് കഴിച്ചു, അതൊരു ചീറ്റ് ഡേ പോലെ ആയതുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ പെപ്പെ പറഞ്ഞ പോലെ ആരോഗ്യം, ഓണക്കാലം, നിങ്ങൾ രോഗമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടെ തരികയാണ് ഇതിനോട്. ഷെഫ് കഴിക്കട്ടെ, ഞാൻ ഇതിൻ്റെ കൂടെ നല്ല കേട്ടിട്ടുണ്ട്. ഞാനും കഴിക്കുന്നുണ്ട്. ഷെഫ് എന്തോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത്ര നേരം എൻ്റെ അടുത്തുള്ള ചോദിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ റൈറ്റ് ആട്ടോ, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ, എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാന്നുള്ള പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചിട്ടെ, അതായത് നമ്മുടെ ഫിഷ് നിർമ്മാണം ഇല്ലേ, അതിനെ വെല്ലണ രീതിയിൽ എന്തെങ്കിലും പുതിയൊരു ഐറ്റം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇറക്കാൻ പോകുന്നുണ്ടോ, കണ്ടുപിടിച്ചോ? ഭയങ്കര രസമാണ്. നമ്മൾ കുറേ സംഭവങ്ങൾ അങ്ങനെ ചെയ്തെങ്കിലും ഈ ഫിഷ് നിർമ്മാണം നമ്മുടെ കൈവിട്ടങ്ങ് പോയി. അതൊരിക്കൽ അതിനെക്കാട്ടി കുറേ നല്ല വിഭവങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ഏകദേശം 300ഓളം ഷെഫുമാരുണ്ട്. അപ്പോൾ ആലോചിച്ച ഓരോ ഷെഫുമാർക്കും ഓരോ ക്രിയേറ്റീവ് ഐഡിയ ആണ്. എനിക്കുള്ളതുപോലെ തന്നെ എന്നെക്കാട്ടി മികച്ചവരും ഉണ്ട് നമ്മുടെ ടീമിൽ. അപ്പോൾ ഇവരൊക്കെ പല പല അടിപൊളി ഡിഷുകളൊക്കെ കൊണ്ടുവരും. പക്ഷേ എന്തോ ഈ സാധനം ഇപ്പോൾ ഈ 28 റെസ്റ്റോറൻ്റായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റെസ്റ്റോറൻറ്റ് ആളുകൾ ഇന്നും വന്നിട്ട് അതാണ് കൂടുതൽ വന്ന് വാങ്ങിക്കുക. അപ്പം ഇനിയിപ്പോൾ അതിനെക്കാട്ടി മേലെ ഇട്ടാലും എനിക്ക് തോന്നുന്നില്ല ആളുകൾ ആ നിർമ്മാണം എങ്ങനെയോ ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞ പോലെ ആ റെസിപ്പി എല്ലാവർക്കും വളരെ പോപ്പുലർ ആവുകയോ ആ കാരണം കൊണ്ടാണ്. കുറേ ഡിഷുകളിൻ്റെ R&D ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും അത് ഇനി അതിനെ മേലെ ബ്രേക്ക് ചെയ്യാന്നുള്ള കാര്യമാണ് നടക്കുക. ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചു തന്നാലോ? ഉറപ്പായിട്ടും നിങ്ങളുടെ പേര് ഇനി അടുത്ത ഓണത്തിന് ആ ഡിഷ് ഇട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ല ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് പോകണല്ലേ? അതെ, നന്നായിട്ട് പോകട്ടെ. എനിക്ക് ചോദിക്കേണ്ട ഒരൊറ്റ കാര്യം എപ്പോഴായിട്ടാണ്, ഇപ്പോൾ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്, യങ്സ്റ്റേഴ്സ്, കുട്ടികൾ. അല്ലല്ല, ബോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നമ്മളും എപ്പോഴും പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഒരു ദിവസം കുറേ ഒരു 100-150 ആൾക്കാരെ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ കാണും. അപ്പോൾ പല എല്ലാ വിഭാഗവും കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകുന്ന ഒരു ആളായ കാരണം നമുക്കറിയാമല്ലോ കുറേ കാര്യങ്ങൾ. സോ ഒരുപാട് അപ്പം ഈ ബെസ്റ്റ് ഫാൻ മൂമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ പോകുന്നു കാണുമ്പോൾ ആളുകളെല്ലാം വരും, അതെങ്ങനെ ആ ഒരു നോർമൽ ലൈഫിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു ഐ എം നോട്ട് സെയിങ് സെലിബ്രിറ്റി ലൈഫ് എന്നല്ല, അത് അങ്ങനെ ഒരു ആളല്ല നിങ്ങളിപ്പോഴും ആ ഒരു വാല്യൂ, പഴയ ഫ്രണ്ട്ഷിപ്പ് അതിനോടൊപ്പം എല്ലാം കൊണ്ടുപോവുകയും എന്നാൽ ഈ തിരക്കിനിടയിൽ നമുക്ക് പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനൊക്കെ എവിടെയൊക്കെ വേറെവർ പോസിബിൾ അതെല്ലാം ആ ഹംബിൾനെസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നാൽ ഈ ഫാൻ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഏറ്റവും ബെസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? താങ്ക് യു. എൻ്റെ ഡയറ്റീഷ്യൻ കണ്ടു കഴിഞ്ഞാൽ കൊല്ലും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു 2-3 ആൾക്കാർ കൊച്ചുങ്ങളെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ ഇവർ വന്നിട്ട് അപ്പോൾ നമ്മൾ കൊച്ചിനെ കളിപ്പിക്കും. അപ്പോൾ അവർ പറയാം കൊച്ചിന് ഞങ്ങളിപ്പോൾ പേരിട്ടാണത് പെപ്പയെന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്നറിയോ, പോർച്ചുഗലിൽ ഫുട്ബോൾ പ്ലെയർ പെപ്പയുടെ പേരിലിട്ടായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ബ്രോനെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഞങ്ങൾ കൊച്ചിന് പേരിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇവർക്ക് അല്ല ഇവർക്ക് വട്ടാണോ എന്ന് വിചാരിച്ചു പോയി. പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി
ഓരോ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് എത്തില്ല. അപ്പോൾ ഒരു സിനിമ കണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ വൈസുള്ള ഇപ്പം RDXലെ നമുക്കറിയാം നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതൊക്കെ പലരെയും പല തരത്തിലായിരിക്കും ഓരോ മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് മാറുന്നത്. അതൊന്നും ഒരിക്കൽ പോലും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നില്ല. അപ്പോൾ അവർ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം എല്ലാ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നിങ്ങളുടെ ഒരു ലൈഫ് സ്പാമിനിടയിൽ നേരിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിളാണ് അല്ലേ? നമ്മൾക്ക് കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആ കൊച്ചിന്റെ പേര് പെപ്പെ, കൊച്ചു ചെറുതാ, അപ്പനാ പറയണത്. അതെ അല്ലേ? അതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ വൺ ഓഫ് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഓണം കഴിഞ്ഞു, ഇപ്പം സിനിമ അങ്ങോട്ട് റിലീസായി, പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളും. എന്താണ് ഓണം കഴിഞ്ഞതിൻ്റെ ഇടയിൽ ബ്രേക്കാണോ ഈ പടത്തിൻ്റെ RDX കഴിഞ്ഞിട്ട് എന്തായിരുന്നു ചെയ്തത്? RDXന്റെ വിജയം എങ്ങനെ ആഘോഷിച്ചത്? അല്ല, ഞാൻ പറഞ്ഞ വിജയം പേഴ്സണലി ഗ്രൂപ്പായിട്ടല്ല, ആസ് എ പേഴ്സൺ, ഫാമിലി, യു നീഡ് എ റിലാക്സ്. ഒരു സ്വന്തമായിട്ട് ഇത്രയും ഓടി നടന്ന് അതിന് വേണ്ടിയിട്ട് ഈ സാധാരണ സിനിമയൊക്കെ ഞാനിപ്പോൾ ഒരു 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചു, ചെറിയ വേഷം, അതിൻ്റെ തന്നെ വിഷം എനിക്കറിയാം. അപ്പോൾ ഈ ഇത്രയും ഫിസിക്കൽ എഫർട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്ത് അതിൻ്റെ മെൻ്റൽ സ്ട്രെസ്സ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രൊമോഷൻസ്, പടം വിജയിക്കണം, ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ മാനസികമായിട്ട് സമ്മർദ്ദങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലൊരു വലിയ സിനിമ ചെയ്ത് ആ വിജയം എങ്ങനെയാണ് പേഴ്സണലി ആഘോഷിക്കുന്നത്? നോട്ട് ലൈക്ക് നിങ്ങൾ കേക്ക് മുറിച്ച് അല്ല. പെപ്പെ എങ്ങനെയാണ് ഒരു സിനിമയുടെ വിജയം? ഞാൻ എവിടെയെങ്കിലും യാത്ര പോയിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കും, നല്ല ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തിൽ എവിടെയെങ്കിലൊക്കെ പോയി. അങ്ങനെ പ്ലാനിങ് അല്ല, ചിലപ്പോൾ ലാസ്റ്റ് സെക്കൻഡിലായിരിക്കും പ്ലാൻ ചെയ്യുക, അങ്ങനെ പോകും. ചിലപ്പോൾ ഡ്രൈവ് പോവും, വണ്ടി എടുത്തിട്ട്. അപ്പോൾ വന്ന ഫ്രണ്ട്സിനോട് ആരൊക്കെ റെഡിയാണോ അവരൊക്കെ കയറ്റിക്കൊണ്ട് പോകും. എന്നിട്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂരാണെന്ന് വെച്ചോ, ബാംഗ്ലൂർ വില്ലും, അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മസനഗുഡി വരും, അത് കഴിഞ്ഞ് ചിലപ്പോൾ വയനാട് പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗോവ പോവും. അങ്ങനെ ഒരു യാത്ര ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ, അല്ലെങ്കിൽ പിന്നെ വൈഫിൻ്റെ കൂടെ പോവും, പിന്നെ അപ്പനമ്മ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള മാക്സിമം ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആക്കുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ട്. പിന്നെ വേറെ എൻ്റെ വീടിൻ്റെ മുകളിലൊരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ. അപ്പോൾ കുറേ ഫോറിൻ സിനിമകൾ മാത്രമല്ല, എല്ലാ സിനിമകളും, പിന്നെ ഈ ഡോക്യുമെൻ്ററീസ്, യാത്രയുടെ കുറേ സംഭവങ്ങൾ, അതൊക്കെ അവിടെ ഇരുന്ന് സമാധാനം. എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ മുകളിൽ ഇരിക്കാനാണ്. വീടിൻ്റെ മുകളിലുള്ള തിയേറ്ററിൻ്റെ അവിടെ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചാരി കസേര ഇട്ടിട്ടുണ്ട്. അവിടെ ചാരി കിടന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുക, അത് ഭയങ്കര ഇഷ്ടം എനിക്ക്. പെപ്പയുടെ കരിയർ ഞാൻ നോക്കുമ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ലെവലിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടും ഇങ്ങനെ അപ്ഡേറ്റ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളത് ചെയ്തിട്ടാണോ? പക്ഷേ ഇനിയുള്ളതൊക്കെ ഒരു പ്ലാൻഡാണ്. ഇനിയൊക്കെ നിങ്ങൾക്കാണ് നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി ഇത്രയൊന്നും ആഗ്രഹിച്ചായിരിക്കത്തില്ല വന്നത്. എങ്ങനെയാണ് ഒരു സിനിമയിൽ വന്നു, എന്തൊക്കെ ആവുന്നൊരു ഇതൊക്കെ ഒന്നും ഞാൻ ഒരു സിനിമ ചെയ്യാൻ മാത്രമാണ് വന്നത്. അത് കഴിഞ്ഞ് ഈ ലെവലിലെത്തി. സോ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലാതെ ഇപ്പോൾ നമുക്ക് കുറേ കൂടെ നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ഇനി വരും. അതിൻ്റെ ചിലപ്പം വായിക്കുന്നതായിരിക്കും, പറഞ്ഞ പോലെ സിനിമ കണ്ടായിരിക്കും. അതിന് എന്താണ് പെപ്പെ എടുക്കുന്ന എഫർട്ട്? അല്ലെങ്കിൽ ഒരു ഇതിപ്പോൾ 2024 എൻഡ് ആകുമ്പോൾ 2030 എന്നൊരു ഇയർ, ഒരു നെക്സ്റ്റ് 5 years പെപ്പെ എന്നൊരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2030 എന്നുള്ള ആ ഒരു സമയത്തേക്കുള്ളൊരു ഗോൾ, ചിലപ്പോൾ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്, ആ ഗോളെല്ലാം ചോദിക്കുന്നത്. അതിനുവേണ്ടി എന്താണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? സിനിമകൾ കാണും, പിന്നെ ബുക്സ് വായിക്കും, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കും. പിന്നെ നല്ല ആക്ടിങ് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഒരാളുടെ കൂടെ ചെയ്യുന്നുണ്ട്, ശരൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെ. പുള്ളി അടിപൊളിയാണ്, നൈസ്. അങ്ങനെ അതായത് നമ്മൾ ഒന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ കുറേ സിനിമകളുടെ ഭാഗമാകും, അപ്പോൾ എക്സ്പീരിയൻസ് ആവും, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, ഓരോ സിനിമയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു പടത്തിൽ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പടത്തിൽ നന്നായിട്ട് അഭിനയിച്ചതിൻ്റെ റിസൾട്ട് മാത്രമല്ല, പണ്ട് ചെയ്ത നാടകങ്ങൾ, നാടകങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്തത് പള്ളി നാടകങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ യൂണിറ്റിൽ അവതരിപ്പിച്ച ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു കഥ പറച്ചിൽ, ഇതൊക്കെ നമ്മളവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാജയപ്പെട്ട സിനിമയിൽ അഭിനയിച്ച് അപ്പോൾ നമ്മൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, എല്ലാ പടത്തിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യം വിജയിച്ച പടത്തിൻ്റെ പിന്നിലുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വിജയിച്ച പടത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് മാത്രമല്ല നമ്മൾ ബാക്കിന്നേൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മൊമെൻറ്റിലും നമ്മളെ തന്നെ, അതായത് പലർക്കും പല ടൈപ്പിലുള്ള കഴിവുകളാണ്. അപ്പോൾ നമ്മളെ ഒരു തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, ജയിക്കുക തോക്കുക, അത് നമ്മൾ റിസൾട്ടിനെ പറ്റി ആലോചിക്കരുത്, നന്നായിട്ട് ട്രൈ ചെയ്യുക, ബാക്കി പറഞ്ഞ. അപ്പോൾ അടുത്ത മൊമെൻറ്റിനെ പറ്റി പോലും ആലോചിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. വലിയ പ്ലാനിങ്സ് ഒന്നും വേണ്ട,
ഇപ്പോഴത്തെ ചെയ്യുന്ന ഡയറ്റ് നന്നായിട്ട് ചെയ്യുക, എന്നാലേ നാളെ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുൾ സദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ ചെറുതായിട്ട് എൻ്റെ ഹെൽത്ത് ഒന്ന് മോശമാവും. അപ്പോൾ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരും, തന്നെ വരും. അതാണ് എൻ്റെ മനസ്സിലുള്ളൊരിത്. ഇപ്പം അജഗജാന്തരം, RDX കൊണ്ടൻ, അപ്പം ഒരുപാട് ആ ഒരു രീതിയിൽ എല്ലാം പ്രേക്ഷകർക്ക് അറിയാം. അങ്ങനെ ഒരു സിനിമ വന്നാൽ ഫസ്റ്റ് ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നിങ്ങളുടെ പേരാണ്. അത് ബ്രേക്ക് ചെയ്തിട്ട് പെപ്പയ്ക്ക് ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ രീതി എനിക്ക് ഒരു ടീച്ചറായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് വരണം, അല്ലെങ്കിൽ ഒരു പഴയ ഒരു കർഷകൻ്റെ ഒരു രീതി വേണം, അല്ലെങ്കിൽ ഒരു ചെത്തുകാരനായിട്ട് വരണം, അല്ലെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പല, ഞാൻ ജസ്റ്റ് 1-2 ഇത് പറഞ്ഞു. അപ്പം മനസ്സിന് ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എല്ലാ ആക്ടേഴ്സും വരിക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ ഒരു ഇത്രയും ഇയേഴ്സായിട്ട് ഓൾറെഡി മൾട്ടിപ്പിൾ മൂവിയൊക്കെ ചെയ്ത് ബേസായി. ഇനി യു ക്യാൻ ഓൾസോ ചൂസ് നമുക്ക് വേണ്ട രീതിയിലുള്ള കഥാപാത്രങ്ങളും, അല്ലെ മൊമെൻറ്റ് യുവർ ഓൺ പ്രൊഡക്ഷൻ കമ്പനി വരും, ചിലപ്പോൾ ഓൺ ഡയറക്റ്റ് ചെയ്തേക്കാം സ്വന്തമായിട്ട്. അതിനൊക്കെ ഒരു സമയം, ആ ഒരു പീരീഡ് കഴിഞ്ഞു. നെക്സ്റ്റ് 2-3 ഇയേഴ്സ് വേണമെങ്കിൽ സ്വന്തമായിട്ട് നല്ല സ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഉള്ളപ്പം ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പെപ്പയുടെ ഏതൊക്കെ നിങ്ങളുടെ ആഗ്രഹമുള്ള കഥാപാത്രങ്ങളൊക്കെ? അങ്ങനെ എനിക്ക് ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്ക് ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് റോം കോം ചെയ്യണമെന്നുണ്ട്, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, പ്രണയം, അതേപോലെ ത്രില്ലർ മൂവീസ്, പക്കാ ത്രില്ലർ അന്വേഷണ മൂവീസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്കത് മൈൻഡിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ, അല്ലാണ്ട് ഒരു അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് സ്ക്രിപ്റ്റ് ബന്ധപ്പെട്ട് കണ്ടിട്ട് അതിനെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അത് വർക്കായി കഴിഞ്ഞാൽ പിന്നെ അതാണ് അതിനകത്ത്. ഇപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ ആവാം, ചിലപ്പോൾ എന്തും ആവാം, ചിലപ്പോൾ കള്ളനായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു പഞ്ചഭാവമായിട്ടായിരിക്കാം. പക്ഷെ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് വർക്കായി കഴിഞ്ഞാൽ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഇത്. അല്ലാണ്ട് ഒരു ഇന്ന ക്യാരക്ടർ ചെയ്യണം അങ്ങനത്തെ ഒരു ഇത് എൻ്റെ മനസ്സിലില്ല. ആ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കര ഇതാണ്, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. ഷെഫേ, അതായത് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിലിപ്പോൾ ഒരു സവാള, ഒരു മുട്ട, അല്ലെങ്കിൽ മിനിമലായിട്ട് 2-3-4 സാധനങ്ങൾ, അത് വെച്ചിട്ട് ഒരു മിറാക്കിളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അതായത് പെട്ടെന്നൊരു ഗസ്റ്റ് കയറി ഒന്നുമില്ല, ആകെ നിസാരം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, എന്നാൽ അവർ ഇമ്പ്രസ് ചെയ്യാൻ വേണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ചെയ്തേണ്ട എന്തെങ്കിലും സംഭവം ഉണ്ടോ? പിന്നെ അതിപ്പോൾ നമ്മളൊരു 30 വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ വർഷം ഈ ഫുഡ് എല്ലാം ഞാനൊരു തട്ടുകടയും തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് 5 നക്ഷത്ര ഹോട്ടലിൽ വരെ ഏറ്റവും സീനിയർ ലെവൽ ഷെഫായിട്ടുണ്ട്, മിഷൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ സെലിബ്രിറ്റികൾ, പൊളിറ്റീഷ്യൻ, ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ, ഇവർക്കൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഈ ഒരു 0 ലെവലിൽ നിന്ന് വന്ന കാരണം ഒരു അടുപ്പും ചൂട്ടും ഉണ്ടെങ്കിൽ എന്താണോ കാര്യം അത് വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു നമുക്ക് ഇപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു ആക്ഷൻ സീൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വളരെ അനായാസമായിട്ട് പെട്ടെന്ന് ഒരാളെക്കാട്ടി വേഗത്തിൽ ചിലപ്പം ഡയറക്ടർ ഇംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണും എന്താണോ അവൈലബിലിറ്റി, ഇത് വെച്ചിട്ട് ബ്രെയിൻ അപ്പം വരും. ഇത് ഇതോടെ ഒരു സിമ്പിളായിട്ട് വേറെ ഒന്നുമില്ല, ഒരിടത്ത് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ഡ്രിങ്ക് പാർട്ടി ലണ്ടനിൽ ഞങ്ങളെല്ലാവരും ഇരിക്കും. അവിടെ കുറേ സാധനങ്ങൾ, അപ്പോൾ എന്തെങ്കിലും ഒരു എന്നെ വിളിച്ച് ഗസ്റ്റായിട്ട് ഇരുത്തിട്ട് അവിടെ കുറേ ഫുഡൊക്കെ വെച്ച് ഷെഫ് എന്തെങ്കിലും ഉണ്ടാക്കണം. നമുക്ക് വേറെ ഇവിടെ ഒന്നുമില്ല, നമുക്ക് പപ്പടമുണ്ട് നമ്മുടെ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് പപ്പടത്തിനകത്ത് ഒരു സാലഡൊക്കെ റെഡി ചെയ്ത് അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനൊരു പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ് പപ്പടം കാച്ചി. വേറെ അതൊരു മലയാളികളല്ലാത്തൊരു ടീമാണ്. അപ്പോൾ അവിടെ പപ്പടം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പപ്പടം ഫ്രൈ ചെയ്തിട്ട് കുറേ ഉള്ളി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാലഡൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഈ മെക്സിക്കൻ ഫുഡൊക്കെ ഉണ്ട്, അതേ രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്ത് നമ്മളാ കൊടുക്കണം. അപ്പോൾ അതും അവർ കണ്ടപ്പോൾ സാധാരണ പപ്പടം മാത്രമായിട്ട് അവർ കഴിക്കും. അതിൻ്റെ വേളയിൽ ഉള്ളി, തക്കാളി, നമ്മുടെ മസാല പപ്പടത്തിൻ്റെ സാധനം കേരള പപ്പടത്തിൻ്റെ മേളിൽ ഗാർണിഷൊക്കെ ചെയ്ത് ഒരു ഡിഷ് ക്രിയേറ്റ് ചെയ്ത് അത് അന്നേരത്തെ ഒരു മൂമെൻറ്റിൽ നമുക്ക് തോന്നും ഈ സാധനത്തിനെ മിക്സ് ചെയ്താൽ എന്താവും എന്നുള്ളത്. ഇതൊക്കെ ചോദിച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്കാണ്, നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് അതോ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്? കുക്കിംഗ് അങ്ങനെ സ്ഥിരം ചെയ്യണ ആളൊന്നുമില്ല. പക്ഷേ ഇപ്പം വീട്ടിലെല്ലാവരും മധ്യപ്രദേശിൽ പോയിരുന്നു പ്രാവശ്യം. അപ്പോൾ ആ സമയത്ത് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ. പിന്നെ ഈ ഇന്നാളൊരു എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുമ്പ് ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഏതോ ഒരു റെസിപ്പി കണ്ടു. അപ്പോൾ ചെമ്മീൻ്റെ എനിക്ക് പണ്ട് എൻ്റെ റെസിപ്പി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഈ സാധനം എനിക്ക് ഏതോ മീൻ നിങ്ങളങ്ങോട്ട് ചൂണ്ടയിട്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, ഈ റെസിപ്പി ഒന്ന് അയച്ചിരുന്നു ചോദിച്ചു. ഓർമ്മയുണ്ടോ? കോവിഡ് ടൈമിന് മുമ്പ്. അതെ, കറക്റ്റ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ നോക്കി മമ്മിയുടെ അടുത്ത് പറഞ്ഞു, കിച്ചണിൽ നിന്ന് ഇറങ്ങി പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി. എന്നിട്ട് മമ്മിക്ക് ഞാൻ ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ചെമ്മീൻ്റെ ഈ റോസ്റ്റ്
സെറ്റ് ചെയ്ത് കൊടുത്തു. അത് ഏതൊരു ആലപ്പുഴയുള്ള ഒരു ചെറിയ കട, ആ കടയിലത്തെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ്. അതുണ്ടാക്കി നല്ല രീതിയിൽ വർക്കായി. മമ്മി എന്നിട്ട് എല്ലാവരെയും വിളിച്ചു പറയല അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമമല്ല, എനിക്ക് അന്നേരം ഭയങ്കര സന്തോഷവും വിഷമവും തോന്നിയൊരു കാര്യമുണ്ട്. അന്ന് ഒരു വാർത്ത, വിജയന്റെ കൂടെ പെപ്പ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് ഒരു വാർത്ത, നമ്മളൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ്, അയ്യോ ദേ ചെക്കൻ പോകുന്നു വേറെ ലെവലിൽ. അത് കഴിഞ്ഞിട്ടോ അത് നിങ്ങളുടെ തിരക്കോ എന്തൊക്കെയോ കാരണങ്ങളാൽ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ അജഗജാന്തരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആനയുടെ കൂട്ടത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ, അതായത് ആ പടം നിർത്തി വെക്കേണ്ടി വരും. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസത്തെ ഷൂട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അത് നിർത്തിയിട്ട് ആ പടത്തിന് കൊണ്ടുവരും. അപ്പോൾ ഈ പടത്തിൻ്റെ നമ്മുടെ ടിനിച്ചേട്ടൻ ഡയറക്ടർ, പുള്ളി എന്നെ ചിലപ്പോൾ കയറാൻ വെട്ടിക്കൊല്ലും. പിന്നെ അതിന് നമ്മളെ വിശ്വസിച്ച് അത് എഴുതിയത് നമ്മുടെ കൂട്ടുകാരന്മാരാ, കിച്ചും വിനീത്. അപ്പോൾ ഇവരെല്ലാവരെയും ഞാൻ പിന്നെ ഒരു 2-3 മാസത്തേക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് നമ്മുടെ എത്തിക്സിന് എതിരല്ല. കാരണം എനിക്ക് വിജയണ്ണൻ്റെ കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ല, എനിക്കത് ശരി, ഒരു പടത്തിൽ അഭിനയിച്ചില്ല, വീണ്ടും അവസരങ്ങൾ ഇത് സിനിമയാണ്. പക്ഷെ എനിക്ക് വിഷമമായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി പൊളിറ്റിക്സിലേക്ക് ഒന്നിനി പറയൂ, നമ്മുടെ ആ ഒരു വേഷത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറുടെ കൂടെ ഒക്കെ അഭിനയിക്കുക, അല്ലെങ്കിൽ തമിഴ് പോലൊരു ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ ഒരു എൻട്രി വരിക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആയിട്ടുള്ള എല്ലാ നമ്മുടെ എത്തിക്സും കൂടി നമ്മൾ നോക്കണം. വേണം. സന്തോഷവും വിഷമവുമായി അതിനുള്ളൊരു അവസരം അന്നേരത്തെ സാഹചര്യം കുഴപ്പമില്ല. ഭൂമി ഉരുണ്ടല്ലേ കിടക്കണേ, എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞു വരും. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതായത് നമ്മള് ഈ സിനിമയിൽ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ എപ്പോഴുള്ള ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടോടെ. അപ്പൊ എനിക്ക് ഡൗട്ട് വരും. എൻ്റെ അടുത്ത് നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, സിനിമാടൻ എന്നൊക്കെ പറയും, കളിയാക്കാം, തമാശക്കാട്ടോ, മനസ്സിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് മമ്മി ഞാൻ രക്ഷപ്പെടും. അപ്പൊ മമ്മി ഭൂമി ഉരുണ്ടല്ലേ കിടക്കണടാ, എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിന്റെ ഒരു ഭാഗ്യം വരിക, അപ്പൊ നീ കയറിപ്പോവും. ധൈര്യമായിട്ടാണ് മുന്നോട്ട് പോവാ. ഇത്ര വലിയ സീരിയസ് ആയിട്ട് തലയിലേക്ക് എടുക്കാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ റൗണ്ടായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അതുവഴി നമ്മുടെ സദ്യ കഴിച്ച് തീരാറായി. സാധാരണ ഒരു കാര്യമാണ് പറയും, ഇവർക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് സദ്യ കഴിക്കാം. സദ്യ ഓണത്തിന് കഴിക്കേണ്ടത്, ഇത് നമ്മുടെ കേരളത്തിൻ്റെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റിംഗ് മെനു എന്ന് പറയും. ഇന്റർനാഷണൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ടേസ്റ്റിംഗ് മെനു എന്നൊക്കെ പറഞ്ഞാൽ അമ്യൂസ് ബുഷ്, ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല കോഴ്സ് വരും. ശരിക്കും ഇലയിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സദ്യ ഫസ്റ്റ് അമ്യൂസ് ബഷൻ്റെ ആദ്യം കഴിക്കുമ്പോൾ ഒരു കൗതുകമായിട്ട് കഴിക്കണം. അതാണ് ഈ ശർക്കര വരട്ടി ഉപ്പേരി. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോഴ്സ് ചോറും പരിപ്പും നെയ്യും പപ്പടം കൂടി കഴിക്കും. സെക്കൻഡ് കോഴ്സ് സാമ്പാറുമായിട്ട് കഴിക്കും. തേർഡ് കോഴ്സ് പായസം കഴിക്കുക, പ്രഥമൻ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോറ്, പുളിശ്ശേരി. നമ്മുടെ വയറിന് ഇല്ലില്ല, അത് കഴിഞ്ഞിട്ടാണ് ചോറും രസവും. അവസാനം ഇത്തിരി ചോറിനകത്ത് ഒരിത്തിരി പച്ചമോര്, കൈ ഒന്ന് കാണിച്ച് ലേശം ഇതിങ്ങനെ ഒരിത്തിരി ഒരു തുള്ളി കുടിച്ച് ചോറുമായിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ദഹനം വരിക. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. പായസമൊക്കെ ഇതിന്റെ ഇടയിൽ കഴിക്കണം. നിങ്ങൾ കഴിച്ചില്ല, അത് പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് വേണം ഇത്തിരി പിന്നെ ഇലയിൽ കഴിക്കുമ്പോഴേ ഒരു തുള്ളി ശർക്കര പായസം, ഒരു ഇത്തിരി പാലടയും കൂടെ വെച്ചത് കുറച്ച് മതി. അത് കുറച്ച് പോയി. പാലും മധുരം കാണുമ്പോൾ പേടിയല്ലേ, എന്നെ കൊല്ലും. ഒരു തുള്ളി കഴിച്ചാൽ ടേസ്റ്റ്. ഓ മൈ ഗോഡ്. രണ്ടുകൂടെ ഓരോ തുള്ളി പായസം മാത്രമാണ് കൊടുത്തേക്കുന്നത് ഗൈസ്. ഡയറക്ടർ ആൻഡ് പുതിയ ദാവീദിന്റെ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനർ അല്ലേ, എന്താണ് അദ്ദേഹത്തിന്റെ പേര് പറയണോ? സുഗുപിള്ള. അത് പുള്ളിയും കൊല്ലമാണ്. പുള്ളിക്ക് അവിടെ സ്വന്തമായിട്ടൊരു ജിമ്മ് ഒക്കെ ഉണ്ട്. സുഗുബ്രോ ജസ്റ്റ് ഈ ഒരു ഡേ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഇത്തിരി പായസം, ഒരു തുള്ളി പായസവും, ഒരു ഐക്കുറ പൊരിച്ചതും, ഒരു 5 ചെമ്മീൻ. എന്താണ് എന്നെ വിളിച്ചു കൊലക്ക് കൊടുക്കാനുള്ളതാണ് അണ്ണാ, ഞാൻ കഴിച്ചിട്ടില്ല. അവരൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളത്. അങ്ങനെ പായസം നമ്മൾ കുടിച്ചേർന്നു. സോ താങ്ക് യു സോ മച്ച്. ഇദ്ദേഹത്തെ നമുക്ക് ഓണത്തിന് കിട്ടി, കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഒരു സദ്യ കൊടുക്കാൻ പറ്റി. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ 1 വർഷമായിട്ട് കുറേ ടീമിൻ്റെ കഠിനാധ്വാനമായിട്ട് കൊണ്ടലെന്ന സിനിമ 13-ാം തീയതി ഓണ സമ്മാനമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ടീം വെച്ചിരിക്കുന്നതൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ആഘോഷമാണ്. അതിൻ്റെ ഇടയിൽ എല്ലാവരും പോയി സന്തോഷത്തോടു കൂടി കാണേണ്ട ഒരു സിനിമയായിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊണ്ടലിനെ ഒരു സൂപ്പർ ഹിറ്റാക്കി നമ്മളുടെ ബ്ലോക്ക് ബസ്റ്ററോ അതിൻ്റെ മേലെയൊക്കെ ആക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഇടയിലെ ഒരു സാധാരണക്കാരായിട്ട് നമ്മുടെ എല്ലാം ഒരു നെക്സ്റ്റ് ഡോർ പയ്യൻ ഇങ്ങനെ വന്നുകൊണ്ട് കഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. അപ്പോൾ കൊണ്ടലിനെ വിജയിപ്പിക്കേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അതിനുള്ള എല്ലാ
സപ്പോർട്ടും നമ്മൾ കൊടുക്കണം. അതിൽ കൂടുതൽ ഈ പ്രേക്ഷകർക്ക്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായ ഒരു ഓണാശംസകൾ, എല്ലാവർക്കും ഒരു ആശംസകൾ കേൾക്കണം. അപ്പോൾ സദ്യ അതിഗംഭീരമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളിത് കാണുമ്പോൾ നമ്മുടെ സിനിമ കൊണ്ടൽ തിയേറ്ററിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ആക്ഷൻ ചിത്രം മാത്രമല്ല, ഇതൊരു ഫാമിലി ഇമോഷൻ, ചെറിയ പ്രണയം, ചെറിയ കോമഡി എല്ലാം കൂടിയുള്ളൊരു സിനിമയാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, നമ്മളെ വിജയിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.